ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്തു സ്കൂളിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. നമുക്ക് പെരുന്നാളിനൊക്കെ കിട്ടിയിട്ടുള്ള ഇറച്ചിയൊക്കെ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്നിപ്പം ബീഫ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വെള്ളച്ചോറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികളൊന്നും ഇരിപ്പില്ല. പിന്നെ ഉള്ളത് ബീഫാണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോയി വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇതിനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇത് കേടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ചിരിപ്പുണ്ട് കേട്ടോ. എല്ലാം കൂടെ എടുത്തില്ല, കുറച്ചേ എടുത്തോളൂ. പള്ളിയിൽ നിന്ന് കിട്ടിയതും കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ കുറച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കുടം വെളുത്തുള്ളി, ചെറിയ കുടം വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണം എടുത്തത്. അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 12-13 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ മസാലകളായിട്ട് വേറെ എരിവിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആകെ ചേർക്കുന്നത് നമ്മൾ പച്ചമുളകാണ്. പിന്നെ ഇറച്ചി വേവിക്കുന്ന സമയത്ത് ലേശം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി അത്രേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എരിവിന് അത്യാവശ്യം പച്ചമുളക് തന്നെ ചേർക്കണം. ബിരിയാണിക്ക് എപ്പോഴും ടേസ്റ്റ് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ചതച്ച് മാറ്റിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഇറച്ചി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, കുറച്ച് വെളിച്ചെണ്ണയും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്. ശരിക്കും ബീഫൊക്കെ വേവിക്കാൻ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ കുക്കർ അത്ര ഇതല്ല കേട്ടോ. ചിലപ്പോൾ കരിയാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ 2 എണ്ണം അരിഞ്ഞ് ഒന്ന് വറുത്ത് കോരി എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ബിരിയാണിയിൽ ഇങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ അലങ്കാരപ്പണിക്കൊക്കെ ഇടത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് വറുത്ത് കോരി ഇടാൻ വേണ്ടിയിട്ട് 2 സവാള ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കി 4 സവാള ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് മസാല തയ്യാറാക്കാനായിട്ട് കേട്ടോ. മൊത്തം 6 സവാളയാണ്, 2 എണ്ണം വറുത്ത് കോരി ഇടാനും ബാക്കി 4 നമ്മൾ മസാലയിൽ ഇടാനും. അപ്പോൾ ഇത് 3 കോണിയുടെ അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ചെറിയ അരി കേട്ടോ, നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ അരി. ഒരുപാട് വിലയും ഇല്ല കേട്ടോ, 70 രൂപയും കണ്ടൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ അരിയാണെങ്കിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതേ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ. അതേ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചില്ലായിരുന്നു, അതിൽ ലേശം ഞാൻ കുക്കറിലോട്ട് ഇറച്ചി വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതിൽ നിന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുക്കറിലോട്ട് ഇറച്ചി വേവിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ എണ്ണയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴണ്ട് വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 4 സവോള ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിടുന്നത്. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വരട്ടെ, നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് തക്കാളി ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും 2.5 ഇട്ടിട്ടുള്ളൂ കേട്ടോ. അരിഞ്ഞ് വന്നപ്പോൾ ഒരുപാടുള്ളതുപോലെ തോന്നി. അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു കേട്ടോ. അപ്പോൾ പുളിപ്പ് ഒരുപാടായിപ്പോവും, അത് വേണ്ട. നമ്മൾ തൈരും അതുപോലെ നാരങ്ങ നീരൊക്കെ ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് തക്കാളി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് പുളിപ്പായാലും കൊള്ളത്തില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചോറിൻ്റെ അരി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ ഇത് വെക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചരുവ മതിയായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു പാകത്തിനുള്ള ചരുവുണ്ടല്ലോ, അത് പൊത്തുപോയി. ഞാൻ കേക്ക് ഉണ്ടാക്കി അതങ്ങ് പൊത്തുപോയി ആ ചരുവും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ഉരുളി തന്നെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ, അതൊന്നും തോന്നരുതേ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒരുമിച്ച് ഒഴിച്ച് കൊടുത്തിട്ട്, സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പട്ടായ, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ, കുരുമുളക് 2-3 അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു. ഒരുപാടൊന്നും വാരി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഡ്രൈൻ ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഇട്ടപ്പോൾ ചെറിയ വെള്ളം ഉണ്ടായിരുന്നു. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അരിയിലെ ഒരു മണം വരും കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ആ നെയ്യുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ അത് പിടിച്ചിട്ട് നന്നായിട്ടൊരു മണം വരും. ആ സമയത്ത് ഞാനിവിടെ 3 പൗണി അരിക്ക് എടുത്തിട്ടുള്ളത് 6 ഗ്ലാസ് വെള്ളമാണ്. പക്ഷേ ഞാൻ അത് ചോറ് വറ്റി വരുന്ന സമയത്ത് 2 ഗ്ലാസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അരി കുറച്ചും കൂടെ വേവാനുള്ളതും ഉണ്ട് കേട്ടോ. മൊത്തം
8 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അരി വറ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത്. വെള്ളം ഊറ്റിയിട്ട് എടുക്കുന്നത് ടേസ്റ്റ് കാണത്തില്ല. എല്ലാം അങ്ങ് പോവും, അതിൻ്റെ കൊഴുപ്പൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിലേക്ക് ലേശം നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്ത് അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ മസാലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ അവിടെ വാടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്തു. അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഇറച്ചി വേവിക്കാൻ വെച്ചിട്ടുള്ളത്. എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് കട്ട തൈര് ഒഴിച്ചിട്ട്, അധികം പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയുള്ളതാണെങ്കിൽ അതിൽ നിന്നും കുറയ്ക്കണം. അപ്പോൾ ഇത് ഒട്ടും തീരെ പുളിയില്ലാത്തത് കൊണ്ട് ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞ് ആ അരിയൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ കുരുക്കളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി നോക്കി ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് ലേശം ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാലയൊന്ന് ഉടഞ്ഞൊന്ന് കുഴഞ്ഞ് വരുന്ന പരുവത്തിന് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫിലേക്ക് ആ മസാല ഒന്ന് തട്ടി കൊടുക്കണം. ആ മസാല തട്ടിയിട്ട് ഞാൻ ഒരു വിസിലും കൂടെ അടുപ്പിച്ച് കേട്ടോ കുക്കറിലിട്ടിട്ട്. ബീഫല്ലേ, നല്ല വേവ് കാണും, അതുകൊണ്ട് ഒരു വിസിലും കൂടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പിച്ച് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വേറൊരു ഉരുളിക്കകത്ത് കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ, ബീഫ് തട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ ഈ ചോറ് തട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചോറും കൂടെ തട്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി അങ്ങ് വെച്ചേക്കണം. ആ ചൂടോടുകൂടി തന്നെ കേട്ടോ. നന്നായിട്ട് തട്ടിപ്പൊത്തിയിട്ട് അതിൻ്റെ മുകളിൽ, ചോറിൻ്റെ മുകളിൽ നമ്മൾ ലേശം ബിരിയാണി മസാല, ലേശം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഒന്ന് വെതറി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പൊരിച്ചെടുത്തിട്ടുള്ള സവോളയും കൂടെയൊക്കെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇടാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും ഇല്ലായിരുന്നു. ഞാനങ്ങ് ഉള്ളത് വെച്ചിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. പക്ഷേ സംഭവം സൂപ്പറാണ്. ബീഫ് ബിരിയാണി നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് വെക്കുന്നത്, ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മുടെ ചാനലിലും ഇതുവരെയും ബീഫ് ബിരിയാണി ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്, ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ആ അടുപ്പിൽ ഇട്ടേക്കണം കേട്ടോ. ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ ദോശക്കല്ലുണ്ടല്ലോ, ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ ദോശക്കല്ലിൽ ഏറ്റവും സിമ്മിലിട്ടേക്കണം തീയ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബിരിയാണി കൂട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി ഇറുക്കി അടച്ച് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഇച്ചിരി കട്ടിയുള്ള നമ്മൾ ഈ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അതൊക്കെ എടുത്ത് വെച്ചാലും മതി കേട്ടോ. ഒരു 10-15 മിനിറ്റിന് ശേഷം വേണം ഇതെടുക്കാൻ. അതെല്ലാം അടുപ്പിലാണെങ്കിൽ നമ്മൾ ആ വിറകൊക്കെ മാറ്റി തീയിൽ ആ കനലുണ്ടല്ലോ, കനലിൽ മാത്രം അങ്ങ് കിടന്നാൽ മതി. ടൈറ്റായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് സെറ്റാവും. ഇതാണെങ്കിൽ ഞാൻ ആ 15 മിനിറ്റ് കഴിഞ്ഞ് അപ്പോഴേ അങ്ങ് തുറന്നിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ വെള്ളം ഇപ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കത്തില്ലേ, കുറേ കഴിയുമ്പോൾ സെറ്റ് ആകുമ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം അങ്ങ് പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബിരിയാണി കിട്ടും കേട്ടോ. ഈ ചൂടോടുകൂടി കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. ചൂടാറിയതിന് ശേഷം തന്നെ ബിരിയാണി കഴിക്കണം. പിന്നെ ഞാനൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റ് വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.